ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്രോകെമിക്കൽസ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന പേപ്പറിനകത്തുള്ള ഫസ്റ്റ് യൂണിറ്റ്. അതിനകത്തുള്ള ക്രാക്കിംഗ് എന്നുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ ഓൾറെഡി ക്രാക്കിങ്ങിനെ കുറിച്ചൊക്കെ പഴയ വേറെ പേപ്പറുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ എന്താണ് ക്രാക്കിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് higher hydrocarbons are decomposed into lower hydrocarbons ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്താ? ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് വേണ്ട. കാറ്റലിസ്റ്റ് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പിനകത്ത് വരുന്നതാണ് കാറ്റലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഹയർ ഹൈഡ്രോ കാർബണിനെ ലോവർ ഹൈഡ്രോ കാർബൺ ആയിട്ട് ഹീറ്റിൻ്റെ പ്രസൻസിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെക്കെയിന് എന്തായിട്ട് മാറുന്നു? പെൻറ്റെയിനും നോർമൽ പെൻറ്റെയിനും പെൻറ്റീനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ്. അപ്പം ക്രാക്കിംഗ് നടക്കുമ്പോൾ എന്തൊക്കെ പ്രോസസ്സുകൾ അതിനകത്ത് നടക്കുന്ന സ്റ്റെപ്സുകൾ പറയുന്നതാണ്. ഒന്ന്, ഹയർ ഹൈഡ്രോ കാർബൺ വിത്ത് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഡെക്കേൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 174 ആയിരുന്നു. അത് ലോവർ ഹൈഡ്രോ കാർബൺ ആയപ്പോൾ ബോയിലിംഗ് പോയിന്റ് 36 ആയിട്ട് കുറഞ്ഞു. സോ കൺവേർട്ടഡ് ഇൻറ്റു ലോവർ ബോയിലിംഗ് പോയിന്റ് വിത്ത് ലോ ഹൈഡ്രോ കാർബൺ വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ് ആയിട്ട് മാറി. അതുപോലെ സ്ട്രെയിറ്റ് ചെയിന് ബ്രാഞ്ചഡ് ചെയിൻ ആയിട്ട് മാറുന്നു. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നു. അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ആയിട്ട് മാറുന്നു. ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നു. ഒരു ക്രാക്കിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഇതൊക്കെ നടക്കാം. എല്ലാം നടക്കാം. അതല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന ചെറിയ ചെറിയ ഫ്രാക്ഷൻസുകളൊക്കെ നടക്കാം. അപ്പോൾ ഈ ഒരു ക്രാക്കിംഗ് പ്രോസസ്സിനകത്ത് ദർ ഈസ് എ ബ്രേക്കേജ് ഓഫ് കാർബൺ ആൻഡ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയിൻ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നതും ബോയിലിംഗ് പോയിന്റ് കുറയുന്നതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്യാസോലിൻ, പെട്രോള്, ഹെവി ഓയിൽസിനെയൊക്കെ ക്രാക്ക് ചെയ്തിട്ട് പെട്രോൾ ഉണ്ടാക്കാം. ഇനി ക്രാക്കിങ്ങിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് തെർമൽ ക്രാക്കിങ്ങും രണ്ടാമത്തെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്നും പറഞ്ഞത്. അപ്പോൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രാക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഹീറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതേസമയം കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ട്, ഹീറ്റ് ഉണ്ട്, പക്ഷെ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അത് ഡീകമ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടിനകത്ത് ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷേ ആദ്യത്തെ കേസിനകത്ത് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമതിനകത്ത് ടെമ്പറേച്ചർ വിത്ത് കാറ്റലിസ്റ്റും കൂടി അവിടെ വരുന്നുണ്ട്. ഇനി തെർമൽ ക്രാക്കിങ്ങും അതുപോലെ കാറ്റലിറ്റിക് ക്രാക്കിങ്ങും വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ഫേസ് എന്നും വേപ്പർ ഫേസ് എന്നും പറഞ്ഞാൽ തെർമലിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കാറ്റലിറ്റിക്കിനെ ഫിക്സ്ഡ് ബെഡ് ആൻഡ് മൂവിങ് ബെഡ് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം എന്താണ് ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്? ആ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഗ്യാസോലിൻ പോലത്തെ ഹെവി ഓയിൽസ് ലിക്വിഡ് ഫേസ് ആണെങ്കിൽ അതിനെ ലിക്വിഡ് ഫേസ് തെർമൽ കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നു. അത് വേപ്പർ ഫേസിലാണെങ്കിൽ വേപ്പർ ഫേസ് തെർമൽ ക്രാക്കിംഗ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സബ്സ്റ്റൻസ് ഇതർ ലിക്വിഡ് ഫോം ആകാം, അതല്ലെങ്കിൽ ഗേഷ്യസ് ഫോം വേപ്പർ ഫേസ് ആകാം. ഇപ്പം ലിക്വിഡിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ അറൗണ്ട് 475 to 530 ആവറേജ് ഏരിയ ഉണ്ട്. ടെമ്പറേച്ചർ പറയാൻ അല്ലാണ്ട് ഫിക്സ്ഡ് അല്ല. അതുപോലെ ഏകദേശം ഒരു ഹൈ പ്രഷർ ഒരു 40 to 60 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ 100 kg/cm² എന്നുള്ള പ്രഷറിനകത്താണ് നടക്കുന്നത്. ഇതിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാം. വേപ്പർ ഫേസ് തെർമൽ ക്രാക്കിംഗ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ഈസിലി റെഡിലി വേപ്പറൈസ് ആകാൻ പറ്റുന്ന സ്റ്റാറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് ആദ്യമേ തന്നെ നമ്മൾ ഫസ്റ്റ് വേപ്പർ ആക്കുന്നു, എന്നിട്ട് ആ വേപ്പറിനെ ക്രാക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇത്തിരി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഒരു 600 to 650 എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ പ്രഷർ നേരത്തെ അത്ര ഇല്ല, 2 to 5 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ 20 kg/cm². അപ്പോൾ ഈ തെർമൽ ക്രാക്കിങ്ങിനകത്തുള്ള ലിക്വിഡ് ഫേസും ഉണ്ട് വേപ്പർ ഫേസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ലിക്വിഡ് ഫേസ് ആണെങ്കിൽ ഒരു 470 to 540 വരുമ്പോഴേക്കും വേപ്പർ ഫേസ് ഇത്തിരി കൂടെ ഹൈ ആണ്, 550 to 650. പ്രഷർ ഇവിടെ ഹൈ ആണ്, അതേസമയം ഇവിടെ വേപ്പർ ഫേസിന് ഇത്തിരി ലോ ആണ്. പിന്നെ രണ്ടിൻ്റെ ഈൽഡ് കിട്ടുന്ന പ്രോഡക്റ്റ്
പെട്രോളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ഏകദേശം ഈൽഡ് ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ഒക്ടേൻ നമ്പർ വേപ്പർ ഫേസിനകത്ത് ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. മോർ ദാൻ 70 ആണ്. ഇവിടെ അറൗണ്ട് 70 വരെ ഇല്ല. അപ്പോൾ ഒക്ടേൻ നമ്പർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി കൂടുന്നതാണ്. അപ്പോൾ അതാണ് ആൻറ്റിനോക്ക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിനോക്ക് ക്യാരക്ടർ ഇവിടെ വേപ്പർ ഫേസിനകത്ത് ബെറ്റർ ആയിരിക്കും, മറ്റേതിനകത്ത് വീക്ക് ആയിരിക്കും, പ്യുവർ ആയിരിക്കും. ഇനി ഏതൊക്കെ ടൈപ്പിനകത്ത് അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓയിലിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? വേപ്പർ ഫേസിനകത്താണെങ്കിൽ അത് റെഡിലി വേപ്പർ ആവുന്ന ഓയിൽ മാത്രം പറ്റുള്ളൂ, മറ്റേത് എനി ഓയിലിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടിനെടുക്കുന്ന സമയം എടുക്കണമെന്നുണ്ടെങ്കിൽ വേപ്പർ ഫേസ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്ത് വരുന്നു, ലിക്വിഡ് ഫേസ് ടൈം എടുക്കുന്നു. അതാണ് ക്ലാസിഫിക്കേഷന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. നമുക്ക് കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്? ക്രാക്ക് ചെയ്യുന്നു, ഹീറ്റ് കൊടുത്ത് ഡീകമ്പോസ് ചെയ്യുന്നു. പക്ഷേ ഇൻ അഡീഷൻ ടു ഹീറ്റ് അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്, ഒരു സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് ഉണ്ട്. കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താ? ദേ ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രാക്കിംഗ് ആണ്. ആ ക്രാക്കിംഗ് എളുപ്പത്തിൽ നടക്കാനായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടൈം പറയുമ്പോഴേക്കും വളരെ കുറവെന്ന് പറയുന്നത്. നോർമലി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്, അല്ലെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ ആസിഡ് ആക്ടിവേറ്റഡ് നാച്ചുറൽ സിലിക്കേറ്റ്സ് ആൻഡ് സിർക്കോണിയം ഓക്സൈഡ്. ഇതൊക്കെയാണ് നോർമലി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സിയോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാറ്റലിസ്റ്റ് ഇത് തന്നെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് ബെഡും മറ്റേത് മൂവിങ് ബെഡും എന്നുള്ളതാണ്. അപ്പം മൂവിങ് ബെഡ് ക്രാക്കിംഗ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് നല്ല ഫൈൻ പൗഡേഴ്സ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് മൂവിങ് ബെഡിനകത്ത്. മറ്റേതിനകത്ത് അതേസമയം പൗഡർ ആയിരിക്കും, അത്ര ഫൈൻ പൗഡർ ആവണമെന്നില്ല. അപ്പം നോർമലി ഈ കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് പൗഡേഴ്സിനകത്തായിരിക്കും രണ്ടിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ തെർമൽ ക്രാക്കിങ്ങും മറ്റേതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ ഇതിൻ്റെ അവസാനം പറയാം. ഇനി വീടിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയണതാണ്. രണ്ട് മെത്തേഡ്സ് ഉണ്ട് കാറ്റലിറ്റിക് ക്രാക്കിങ്ങിൽ. ഒന്ന് ഫിക്സ്ഡ് ബെഡ് കാറ്റലിസ്റ്റ് ഉണ്ട്, മൂവിങ് ബെഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് എന്നും പറയാം. അപ്പോൾ ഫിക്സ്ഡ് ബെഡും ഫ്ലൂയിഡൈസ്ഡ് ബെഡ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു എക്സാക്റ്റ് കമ്പാരിസൺ അല്ല, ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ. നമ്മൾ പലരും കോളോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, ക്രോമറ്റോഗ്രാഫി കോളോ ഒക്കെ പലരും ലാബിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കോളത്തിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സോളിഡ് സപ്പോർട്ടിനകത്തേക്ക് നമ്മുടെ ഏതാണ് സബ്സ്റ്റൻസ് അത് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ലിക്വിഡ് മൊബൈൽ ഫേസ് വന്നിട്ട് അതിനെ എലൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ അബ്സോർബഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫിക്സ്ഡ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ബെഡ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ എലൂട്ട് ചെയ്തെടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ലിക്വിഡ് ഫേസ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് മൂവിങ് ബെഡ് എന്ന് പറയുന്നത്. എക്സാക്റ്റ് കമ്പാരിസൺ അല്ല, ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ. നമ്മുടെ പണ്ട് കാലങ്ങളിൽ വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ കല്ലും മണ്ണിലൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കൂടി ഈ സാധനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ അബ്സോർബ് അങ്ങനെയുള്ള പ്രോസസ് എടുക്കുന്നത്. അതുപോലെയാണ് കാറ്റലിസ്റ്റ് ഒരു ബെഡായിട്ട് ആക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ് കൂടി സബ്സ്റ്റൻസ് നമ്മുടെ വേപ്പർ ഫേസിലുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കടന്നു പോകുമ്പോൾ അത് ക്രാക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ഫിക്സ്ഡ് ബെഡ് കാറ്റലിസ്റ്റ് എന്ന് നോക്കാം, അതുപോലെ മൂവിങ് ബെഡ്. അപ്പോൾ ഫിക്സ്ഡ് ബെഡിനകത്ത് നമ്മൾ അറൗണ്ട് ആദ്യമേ തന്നെ ഈ വേപ്പേഴ്സിനെ, ഏത് ഓയിലാണ് അതിൻ്റെ വേപ്പേഴ്സിനെ ഹീറ്റ് ചെയ്യുന്നു, പ്രീ ഹീറ്റ് ചെയ്യുന്നു. അറൗണ്ട് അതിൻ്റെ ക്രാക്കിംഗ് ടെമ്പറേച്ചർ 420 450 ആ റേഞ്ചിലൊക്കെ ഹീറ്റ് ചെയ്തിട്ട് ഈ കാറ്റലിസ്റ്റ് ഉള്ള ഒരു ചേമ്പറിനകത്തേക്ക് കടത്തി വിടുന്നു. അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്ലേ മിക്സ്ഡ് വിത്ത് സിർക്കോണിയം ഓക്സൈഡ് ഒക്കെയാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫിക്സ്ഡ് ആയിരിക്കും. ആ ഫിക്സ്ഡിൽ കൂടി നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ പറഞ്ഞത്. ഒരു ബ്യൂററ്റിനകത്ത് നമ്മൾ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബ്യൂററ്റ് പോലെ ഒരു സാധനത്തിനകത്ത് അബ്സോർബൻ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, അതിൽ കൂടി സബ്സ്റ്റൻസ് പോണ ആ ഒരു കൺസെപ്റ്റ്. ഇതിനെന്ത് ചെയ്യുന്നു? ഇതിൽ കൂടി നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അതായത് ചാർജ് എന്ന് വിളിക്കുന്നത്, ആ ചാർജ് എന്ത് ചെയ്യുന്നു? ഈ കാറ്റലിസ്റ്റ് ബെഡിൽ കൂടി ടവറിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടൈമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അറൗണ്ട് 40% ഓഫ് ദി ചാർജ് നമ്മുടെ ഏത് ഗ്യാസാണ്, ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസിൽ നമ്മുടെ പെട്രോൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. എലോങ് വിത്ത് 2 to 4% കാർബണും ഉണ്ടാവുന്നുണ്ടാവും. ഈ കാർബൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ കാറ്റലിസ്റ്റ് ബെഡിൻ്റെ പുറത്ത് അബ്സോർബ് ചെയ്തിറക്കും. അപ്പോൾ
റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് റിയാക്ഷൻ നമ്മൾ എടുക്കുന്ന ഓയിൽ വേപ്പർ ഫേസിലുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ക്രാക്കിംഗ് നടന്നതിന് ശേഷം അറൗണ്ട് 40% ഗ്യാസലിൻസ് ആദ്യം കൂടെ കടന്നു പോകുന്നു. ദെൻ പ്രോസസ്സിൻ്റെ ഇടയിൽ അറൗണ്ട് 2 to 4% കാർബൺ ഉണ്ടാകുന്നു. ഈ കാർബൺ നമ്മുടെ ബെഡിനകത്ത് അബ്സോർബ് ചെയ്ത് കിടക്കുന്നു. ഇനി അവിടെ നിന്ന് ഉണ്ടാകുന്ന വേപ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ കൂടി കടത്തി വിടുന്ന അവിടെ നമുക്ക് ഓരോ കമ്പോണൻസിനെ ഫ്രാക്ഷൻ അതിൻ്റെ അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാം. ദെൻ ആ ഹെവി ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടൻസ് ചെയ്യുന്നു. ദെൻ ആ ഫ്രാക്ഷനേറ്റ് കോളത്തിൽ നിന്ന് കിട്ടുന്ന വേപ്പേഴ്സിന് നമ്മൾ എഗെയിൻ ഒരു കൂളറിൽ കൂടി കടത്തി വിടുന്നു. വേപ്പേഴ്സ് ആയിരിക്കും അത് കൂൾ ചെയ്യണം. അപ്പോൾ കൂളറിൽ കൂടി കടത്തി വിടുമ്പോഴേക്ക് അതിനകത്ത് ചില കണ്ടൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഗ്യാസുകൾ അതിനകത്ത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തെടുക്കണ്ട. ആ ഡിസോൾവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റെബിലൈസറിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ ഡിസോൾവ് ചെയ്ത സാധനം ഗ്യാസ് മാത്രം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഗ്യാസിലും കിട്ടും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു 2 to 4% കാർബൺ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാർബൺ എവിടെ ചെയ്യുന്നത്, ആ കാറ്റലിസ്റ്റിന്റെ മേലിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ കാറ്റലിസ്റ്റ് ഒരു 8 to 10 hours ഒക്കെ യൂസേജ് ചെയ്യുമ്പോഴേക്ക് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയും. അപ്പോൾ അതിന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ കാറ്റലിസ്റ്റിനെ നമ്മുടെ എഗെയിൻ ബേൺ ചെയ്യുക, കത്തിക്കുക. അപ്പോൾ കാർബണൊക്കെ ഉണ്ടാകുന്നത് ബേൺ ചെയ്ത് പോയിക്കോളും. ദെൻ ആ കാറ്റലിസ്റ്റ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അതാണ് ഫിക്സ്ഡ് ബെഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറിയാണ് മൂവിങ് ബെഡ്. മൂവിങ് ബെഡ് എന്ന് പറയുമ്പോൾ എന്താ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാറ്റലിസ്റ്റ് പാർട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫൈനലി പൗഡേർഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി പൗഡേർഡുള്ള കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ അതിനൊരു ചെറിയൊരു മൊബിലിറ്റി ഉണ്ടാവുന്നു, ഒരു ഫ്ലൂയിഡ് പോലെ അത് ആക്ട് ചെയ്യുന്നു. ലിക്വിഡ് അല്ല, ഒരു ഫ്ലൂയിഡ് പോലെ. നമ്മുടെ ഇപ്പോൾ വിസ്കോസിറ്റി കൂടുമ്പോഴാണ് നമ്മൾ ഫ്ലൂയിഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതെന്തെന്നോ ദേ ക്യാൻ ട്രാൻസ്പോർട്ട് ഇൻ ദി ഗ്യാസ് സ്ട്രീമിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ദെൻ ഫ്ലോ വിത്ത് വേപ്പേഴ്സ് ഓഫ് ഗ്യാസലിൻ. ഗ്യാസലിൻ്റെ വേപ്പേഴ്സിൻ്റെ ഒപ്പം ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു ഫ്ലൂയിഡിറ്റി കിട്ടുന്നു. അതുകൊണ്ടാണ് അതിനെ ഫ്ലൂയിഡ് ബെഡ് അല്ലെങ്കിൽ മൂവിങ് ബെഡ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഈ മൂവിങ് ബെഡ് മെത്തേഡിനെ ഫ്ലൂയിഡ് മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഫൈനലി പൗഡേർഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ കാറ്റലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ആക്ഷൻ പോലും വേപ്പേഴ്സിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫ്ലൂയിഡിറ്റി തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനെ ഫ്ലൂയിഡ് ബെഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ വേപ്പേഴ്സ് ഗ്യാസിൻ ഓയിൽസ് ട്രീറ്റഡ് വിത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് മിക്സ് ചെയ്യുന്നു. അറൗണ്ട് ഒരു റിയാക്ടറിൽ കൂടി അറൗണ്ട് ഒരു 500 degree Celsius കൂടിയൊക്കെ അത് പാസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്തിട്ട് ആ റിയാക്ടറിന്റെ ടോപ്പിൽ ഒരു സൈക്ലോൺ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് സെപ്പറേറ്റർ. സൈക്ലോൺ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് നമ്മുടെ ഒരു ഫണൽ പോലത്തെ ഒരു സാധനം വിചാരിക്കുക. അപ്പോൾ ആ ഫണൽ ഇങ്ങനെ മേളിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ്. അതാണ് ഒരു സൈക്ലോൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്ന നമ്മുടെ റിയാക്ടറിന്റെ ടോപ്പിലാണ് പ്രൊവൈഡഡ് ആയിട്ട് ടോപ്പ് ഓഫ് ദി റിയാക്ടർ. ഈ കാറ്റലിസ്റ്റ് പാസ് ചെയ്യുന്ന റിയാക്ടറിന്റെ ടോപ്പിൽ ഹൈ ടെമ്പറേച്ചർ പാസ് ചെയ്യുന്ന ടോപ്പിൽ വെക്കുക. ദെൻ ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വേപ്പേഴ്സ് ഉണ്ടാവുന്ന ആ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്ന പാസസ് ഓൺലി വേപ്പേഴ്സ് ഓഫ് ദി ക്രാക്ക്ഡ് ഓയിൽ. ആ ടോപ്പിലേക്ക് റിയാക്ടറിന്റെ ടോപ്പിലേക്ക് ഈ സൈക്ലോണിന്റെ അവിടെ നിന്ന് എന്ത് വരുന്നു, വേപ്പേഴ്സ് വരുന്നു. ദെൻ ആ വേപ്പേഴ്സിന് നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്തേക്ക് കടത്തിവിടുക. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് കടത്തിവിടുന്ന വേപ്പേഴ്സിനെ മാത്രം കടത്തിവിടുന്നു. ദെൻ അവിടെ കാറ്റലിസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ കാറ്റലിസ്റ്റ് പൗഡേർഡ് ആണ്, കുറച്ച് എന്താ പറയുക വെയിറ്റ് ഉള്ള മെറ്റീരിയലാണ്. അത് റിയാക്ടറിന്റെ ഇൻസൈഡിനകത്ത് അതർ മെറ്റീരിയലായിട്ട് കാറ്റലിസ്റ്റ് പൗഡർ അതർ മെറ്റീരിയലായിട്ടൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് ഇത്തിരി കൂടും. അപ്പോൾ ആ കാറ്റലിസ്റ്റ് പൗഡർ ഇത്തിരി വെയിറ്റ് കൂടുമ്പോൾ ഗ്രാജ്വലി താഴെ വന്ന് സെറ്റിൽ ചെയ്യുന്നു. ഡെപ്പോസിറ്റ് കാർബൺ ലെയർ ആൻഡ് ദെർഫോർ ബിക്കം ഹെവി. കാർബണായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഹെവി ആയിട്ട് ആ സൈക്ലോണിന്റെ അടിയിൽ സെറ്റിൽ ചെയ്യുന്നു. അപ്പം അതാണ് ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫണൽ പോലെ ഓർമ്മിക്കണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. ദെൻ അവിടുന്ന് പുറത്ത് വരുന്ന വേപ്പേഴ്സിനെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് വിടുന്നു. നേരത്തെ പോലെ തന്നെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്തേക്ക് കടത്തി വിടുന്നു. ഹെവി ഓയിൽസ് അവിടെ ക്രാക്ക് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്യുന്നു. ദെൻ ബാക്കിയുള്ളതിനൊക്കെ വേപ്പറൈസ് കൂൾ ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യുന്നു. ദെൻ ഡിസോൾവ് ചെയ്തിട്ടുള്ളതിനെ സ്റ്റെബിലൈസറിൽ കൂടെ കടത്തിവിടുമ്പോഴേക്ക് അവിടുത്തെ ഗ്യാസൊക്കെ പോയിട്ട് പ്യുവർ ഗ്യാസലിൻ കിട്ടുന്നു. ഇവിടെയും ആ കാറ്റലിസ്റ്റിന്റെ പുറത്താണ് ക്രാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ഫിക്സ്ഡ് ബെഡ് പോലെ തന്നെ ഇവിടെ മൂവിങ് ബെഡിനകത്ത് ആ മൂവിങ് കാറ്റലിസ്റ്റിനെ ഫ്ലൂയിഡായിട്ട് ആക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പുറത്താണ് ക്രാക്കിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആക്ടിവിറ്റി കുറച്ച് കഴിയുമ്പോഴേക്കും ഇനാക്റ്റീവ് ആവും. അപ്പോൾ അത് റീജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൗഡർ ആയിട്ടുള്ള കാറ്റലിസ്റ്റിനെ നമ്മൾ അഗെയിൻ ബേൺ ചെയ്യുന്നു. ബേൺ ചെയ്തിട്ട് ആ ലേയേഴ്സിനൊക്കെ ബേൺ ചെയ്ത് കളയുമ്പോൾ അത് വീണ്ടും ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ക്രാക്കിങ്ങിൻ്റെ കുറിച്ചുള്ളത്.